ഇന്നാണ് ഞങ്ങൾ ട്രിപ്പ് പോണ ദിവസം. ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്ത്. ആരോ വന്നല്ലോ. നില്ല ഞാനിപ്പോ വരാം. നിങ്ങൾ വന്നാ? ഇപ്പൊ വരാം. അതൊന്നും തുറക്കട പെട്ടെന്ന്. ഇല്ലേ ഞാൻ എന്താ മറന്നു പോലെ. ഒന്നുമില്ല. പോയേക്കാം. വരണ എടാ ഇവിടെ വെച്ചാ ബാഗൊക്കെ എന്തേ? അയ്യോ ഞാനെന്തിനാ ഗ്യാരേജിൽ കയറിയത്? എന്റെ ബാഗൊക്കെ എന്തേ? ഞങ്ങളടുത്ത് വണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ. എടാ ഇവനെന്താണ് വണ്ടിയുടെ മണ്ടക്കൊക്കെ കയറി നിൽക്കണം? വിളിക്കാൻ വേണ്ടിയാ. നിങ്ങളാരും അപ്പൊ കേറുന്നില്ലേ? ഓക്കെ. നീ ഇപ്പൊ കേറുമല്ലോ എല്ലാരും? സൂര്യനൊക്കെ മണ്ടേ കയറി നിക്കണ്. അപ്പൊ എല്ലാരും കേറിയല്ലോ വണ്ടിയില്? കേറി. അപ്പൊ നമുക്ക് പോകാം. നമ്മൾ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാണ് പോകണ്ടേ? നമുക്ക് ഫോറസ്റ്റിൽ പോയാലോ? പോകാന്നില്ലേ? ഞാൻ ഈ വണ്ടിയിൽ മാപ്പ് ഒന്നും ഇടട്ടെ. ഫോറസ്റ്റ് ഹൗസിലായിട്ട് നമുക്ക് ഒറ്റക്ക് ഒരു ട്രിപ്പ് പോകാം അല്ലേ? അവസാനം മഞ്ഞുമൽ ബോയ്സ് സുഭാഷ് പോയ പോലെ ആകുമോ? ആകാൻ വഴിയില്ല. അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അങ്ങനെ എത്ര നേരം വണ്ടി കുത്തിയിരിക്കുന്നു. എന്താ മച്ചാനെ രണ്ടെണ്ണം അടിക്കണം. അത് ഞങ്ങൾ അടിച്ചാൽ തന്നെ ഇവിടെ ഇട്ട് ഞങ്ങൾ അടിക്കും. പട്ടീനെ തല്ലണ പോലെ. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. നമുക്ക് വണ്ടി കൊണ്ട് പോയാൽ പോരെ? അത് പിന്നെ അഡ്വഞ്ചറസ് ആകണമെങ്കിൽ നമ്മൾ ഇറങ്ങി തന്നെ ചെല്ലണം. വണ്ടി ഇരിക്കുന്ന സേഫ് വല്ല സിംഗം വന്നാൽ നമ്മളെ കടിച്ച് കീഴിക്കളി. അത് ശരിയോ? നമുക്കിപ്പോൾ കുറച്ചു നേരം വണ്ടി ഇരിക്കാം. നമുക്ക് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കാടിലോട്ട് കയറാം. നമുക്ക് ഇതുവരെ ഫോണൊക്കെ നോക്കിയിരിക്കാം. അവിടെ നിങ്ങളെല്ലാവരും യൂട്യൂബ് ഒന്ന് എടുത്തണം. എന്നിട്ട് RX ഗെയിമിംഗ് പവർ എന്ന് പറയുന്ന ചാനൽ ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യും. ചെയ്ത ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പം നമുക്ക് ഇറങ്ങാം. ഓക്കെ അല്ലേ എല്ലാവരും? ഗുളികയൊക്കെ കഴിച്ചല്ലോ? ഛർദിനുള്ള ഗുളികയൊക്കെ കഴിച്ചല്ലോ എല്ലാവരും? ഗുളിക വരെ കഴിച്ചിട്ടുണ്ട്. നീ ഇറങ്ങടാ. ഓക്കെ ഇറങ്ങാം നമുക്കിപ്പോൾ. എടാ ഞങ്ങൾ 3 പേര് ഒരേ വഴി പോവും. ഞങ്ങൾ ആ വീടിന്റെ അവിടെ നിൽക്കുന്നോളാം. നീയും വന്നേര്. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? നിനക്കൊരു ചലഞ്ചാണ്. നീ ഇത് ചെയ്താൽ നിനക്ക് ഞാൻ 500 രൂപ തരും. 500 രൂപ കൊണ്ട് എനിക്കിത് ചെയ്യേണ്ട കാര്യമില്ല. അന്നേ ഒരു 2000. ഓക്കെ എന്നേ ഞാൻ ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തേ? അമ്മമാരൊക്കെ നടന്നു തുടങ്ങി. അതൊക്കെ ഇപ്പൊ കുറച്ച് മുമ്പേ. അപ്പൊ നമുക്ക് പിരിയാം അല്ലേ? പിന്നെ എല്ലാരും പോയി കഴിഞ്ഞ് ബസ്സിന്റെ അവിടെ തന്നെ പറഞ്ഞേ കേട്ടോ. എല്ലാരും പോയി കഴിഞ്ഞ് ബസ്സിന്റെ അവിടെ തന്നെ വരണം. ഓക്കെ. അപ്പൊ ഞാൻ പോണേ. നിങ്ങൾ പയ്യെ വന്നേക്കാം. അങ്ങോട്ട് അമ്മമാരിന്റെ തള്ളി സിനിമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി വിട്ട്. നമുക്ക് നൈസായിട്ട് ഓടി രക്ഷപ്പെടാം. അയ്യോ സിംഗം കണ്ടെന്നാ? അയ്യോ സിംഗം കണ്ടേ? അയ്യോ കടിക്കല്ലേ? അയ്യോ സിംഗം കടിച്ച് എടുക്കൊന്ന് കൊല്ലില്ലേ? ആ വീട്ടിലോട്ട് കയറിയില്ലെങ്കിൽ സിംഗം എന്നെ കൊല്ലും. അയ്യോ ഇതേതാ വീട്? ആരുടെ വീടായാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാനങ്ങോട്ട് കയറും. പുറത്തിറങ്ങാൻ ഡേഞ്ചറസാ. ഇതേതാ വീട്?
ഇവിടെ ആരും ഇല്ലേ? ആരാ? അല്ലടാ, പിന്നെ ഭൂതാകാൻ പറ്റുമോ? അയ്യോ, എഴുതിയിൽ നിന്നും മറചട്ടിയിലൊക്കെ ആയതുപോലെ. നീ ഇപ്പൊ എവിടെ നിക്കണ പ്രേതമേ? എന്നാ മൂട്ടില്. അമ്മ, അയ്യോ എനിക്ക് പോകാൻ പറ്റുന്നില്ല പുറത്തോട്ട്. ഇങ്ങോട്ട് പോണ്ടോ? നീ ഇങ്ങോട്ട് പോണ്ട, നീ ഇങ്ങോട്ട് പോടാ. എനിക്ക് പോകാൻ പറ്റുന്നില്ല. നീ ഇങ്ങോട്ട് ഞാൻ വിട്ടേക്കുന്നു. നീ നോക്കോ. അല്ല, നിന്റെ പേരെന്താ? എന്റെ പേരാണ് ഭൂതം. അതെ, നിന്റെ ശരിക്കുള്ള പേരെന്താ? കമല. കമലേ? അന്ന് നമുക്ക് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നാലോ? സംസാരിച്ചിട്ടാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നിന്നെ കടിച്ചു കീറാൻ അല്ലേ? എന്താ ബ്രോ പറയണെന്ന് കേക്ക് ബ്രോ. ആ ശരി ശരി. നീ എങ്ങനെയാ മരിച്ചേ? ഞാൻ ഈ വീട്ടിൽ എന്നെ തള്ളിയിട്ട് കുറച്ച് നാദികൾ കൊണ്ട് കുത്തിക്കൊണ്ടേ. ഞാൻ അവിടെ ടെറസിലുണ്ട്, നീ വാ. ഞാൻ ടെറസിന് നേരത്തെ വന്നു എന്നെ കാണാൻ വരാനിട്ടാ. അപ്പൊ നിനക്ക് എന്നെ കാണാൻ പറ്റിയല്ലേ? നിനക്ക് എന്നെ കാണാൻ പറ്റും. ഞാൻ വന്നു. ഇതെന്റെ വേറൊരു രൂപ. നീ കമലല്ലേ? നീ പിന്നെ തന്നെ പെണ്ണിന്റെ വേഷത്തിൽ വന്നേ? എന്നോണ്ട് നീ കമലല്ലേ? നീ പെണ്ണിന്റെ വേഷത്തിലല്ലേ വരേണ്ട? എനിക്ക് ഇപ്പൊ കഴിയല്ല. എന്റെ വേറൊരു രൂപമാണിത്. അപ്പൊ നിന്റെ ശരിക്കുള്ള രൂപം കണ്ടാ ഞാൻ പേടിച്ചു പോകുവോ? ശരിക്കുള്ള രൂപ ഇച്ചിരി പേടിക്കണേ. ഹായ്, കണ്ടതിൽ സന്തോഷം കമല. താങ്ക് യു താങ്ക് യു. നീ ഇപ്പൊ എത്ര വർഷം ഇവിടെ പെട്ടിട്ട്? ഞാനൊരു 2021 പെട്ടുപോയതാ. ഓ പാവം. ഇവിടത്തെ ഈ സിംഹം ഇച്ചിരി പ്രശ്നമാണല്ലോ. അവനെ ഞാനൊരു ദിവസം അയാളെ ഇടിച്ച് ഞാൻ പൊളിയും. എന്റെ കാലിട്ടൊരു കടി തന്നായിരുന്നു. നീ അതിനെ ഇടിച്ചോ? എന്നെ ഇടിച്ചില്ല, ഞാൻ അവിടെ കൂട്ടുകാരായിട്ട് ഞാൻ ട്രിപ്പ് പോകുന്നതാ. എന്നിട്ട് അവരൊക്കെ എന്ത്? അവരൊക്കെ പിരിഞ്ഞ് വഴി തെറ്റിപ്പോയി. ഞാനായി പിന്നെ ഇവിടെ ഒറ്റക്കായി. നിന്റെ ബസ് ഇവിടെ കിടക്കണെന്ന് ഞാൻ നിനക്ക് തപ്പി കണ്ടുപിടിച്ചിട്ടായ. കുറച്ചു നേരം നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാം. അവന്മാര് എന്നെ കാണാണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടോട്ടെ. അവന്മാര് കാരണമാണ് ഞാനിപ്പോ ഈ അവസ്ഥയിലായത്. അത് ശരിയാണ്. നിനക്ക് ഫുഡ് വരാൻ വേണോ? തിന്നാൻ ഞാൻ മാന്ത്രിക ശക്തി കൊണ്ട് ഉണ്ടാക്കി തരാം. വേണ്ട, എന്റെ ബസ്സിൽ നിറച്ച് ഫുഡുണ്ട്. പിന്നെ എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയാ? അവരൊക്കെ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകണം മോനെ. അപ്പൊ നീ മാത്രമേ ഇവിടെ ഒറ്റക്കുള്ളൂ? എന്നെ ഇവിടെ കുത്തിക്കൊണ്ടിട്ടേക്കെ. കഷ്ടം. നിന്റെ സ്റ്റോറി കേട്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. ഞാനെന്നെ മാഞ്ഞു പൊക്കോട്ടെ? വേണ്ട, കുറച്ചു നേരം കൂടി സംസാരിക്കേ. അയ്യോ, എനിക്ക് മാഞ്ഞു പോണേ. അത് കുഴപ്പമൊന്നുമില്ല, നിനക്ക് മോക്ഷമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. നീ ആദ്യം ഞാൻ ഇങ്ങോട്ട് കയറുന്നപ്പോ നീ എന്നെ പേടിപ്പിച്ച് കേട്ടാ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതെന്തായാലും നീ ആദ്യം കയറിയപ്പോ ഞാനൊരു ശത്രുവാണെന്നാ വിചാരിച്ചേ. പിന്നല്ലേ മനസ്സിലായ നീ എന്ന് ഒരു കുട്ടിച്ചാത്തനാണ്. കൂട്ടുകാരൻ എന്തുവാ പറയുന്ന നീ? എനിക്ക് ചിലതൊന്നും തിരിയത്തില്ല ബ്രോ. എടാ, എനിക്കപ്പോ പോകാൻ സമയമായി. പോവല്ലേ? ഞാൻ പോകുവാണ്. എനിക്ക് പോയിട്ട് വീട്ടിൽ വരെ കാര്യമുണ്ട്. ആ പ്രേതവും മാഞ്ഞുപോയി. നിങ്ങളൊക്കെ ഇവിടെ എന്താ? നീ എത്ര നേരം ഇവിടെ വന്നിട്ട്? കൊറേ നേരം. നിങ്ങളെ തപ്പി ഞാൻ നടക്കിയിരുന്നു. നമ്മുടെ ബസ് എവിടെയാണ് കിടക്കണേന്ന് അറിയാവോ? അറിയാം. വാ, നമുക്കെന്നാ അങ്ങോട്ട് പോകാം. പോവാം. അന്നേരം പാവം കമല. ബൈ ബൈ കമല. ബോയ്. നീ ഇവിടെ ഉണ്ടോ? ഞാനിവിടെ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാനാണ് ഇവന്മാരെ ഇപ്പൊ വഴികാട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. താങ്ക് യു. ഞാൻ പോണു. ബൈ ബൈ. എടാ, നീയൊക്കെ എവിടെ? നിക്കണേ? ബസ്സിനെ കൊണ്ട് പോകട്ടെ? അപ്പൊ ഞാൻ പിന്നെ ഒറ്റക്കാവും. ഇല്ല, ഞങ്ങളുടെ ഐഡിയ ഉണ്ട്. ഓക്കേ. നീനൊന്നും ടെറസിന്റെ അവിടെ പുലിയുണ്ട്. നീ എന്ത് നോക്കടാ? ഒന്നുമില്ല, ഞാൻ ബസ്സിൽ അങ്ങോട്ട് പോകുകയെ. നിങ്ങൾ എന്റെ പുറകെ വന്നേക്ക്.
ഓ ബസ്സിൻ്റെ അങ്ങോട്ട് കുറേ ദൂരവും ഉണ്ട്. ഓടിപ്പിടിച്ചങ്ങോട്ട് ചെല്ലുകയും ചെയ്യണം. ബസ് പോണ ആരാണ് ഇപ്പൊ ബസ് ഓടിക്കണ? ആരാടാ ബസ് ഓടിക്കണ? അത് മറ്റേ അവൻ നമ്മളിപ്പം പോലട ഞാനുണ്ടാ ആ നാറിക അതും കൊണ്ട് പോണതേ പോയി പിടിയാവല്ലേ. ആരെങ്ങനെ ഒരു വണ്ടി ഓട്ടോറിക്ഷ എങ്ങനെ വന്നിരുന്നെങ്കിൽ ഓട്ടോറിക്ഷ നമ്മുടെ മുമ്പിൽ കൂടി പോണ്. എടാ സൂരജ് എന്നില്ലടാ. എടാ സൂരജ് ഇതേ ഒരു വണ്ടി വന്നു. അവൻ പോയി, അവന്മാരെല്ലാം പോയി, ഞാനിവിടെ ഒറ്റക്ക്. ദൈവം ദൈവം വന്ന് ചേട്ടാ പോലെ ചേട്ടാ ഞാനുണ്ട് ചേട്ടാ. ഞാനൊറ്റക്കായി. അവന്മാരെ വിളിച്ചു നോക്കാം. എടാ ഞാൻ ഇവിടെ ഉണ്ട്, നീ എവിടെ? ഞങ്ങളുടെ കാട്ടിലെ വീട്ടിലാ? എടാ ഓൻ സൂരജ് പോയടാ. വിഷം കൊണ്ട് പോയാ പിന്നല്ല. ഞാനിപ്പോഴും ഒരുത്തനെ പിടിച്ച് ഇടിച്ച് വണ്ടി എടുത്തോണ്ട് കയറണ്ടേ. ഞങ്ങൾ ഓട്ടോ പിടിച്ചാലും വന്നോളാം. ഓക്കെ ഓക്കെ. ആ സൂരജിനെ കണ്ണി കിട്ടാ പിടിച്ച് ഇടിച്ചു കളയാ. ആലോലാതി പാട്ടി. ആ സൂരജ് തൻ്റെ കാര്യം. ഓ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഹോ ഇനി അവൻ വീട്ടിൽ വരും. എൻ്റെ കാറ് ചോദിച്ചല്ലോ ഇവിടെ കിടക്കട്ടെ കാറ്. തൽക്കാലം ഞാൻ പോയി എൻ്റെ വീട്ടിൽ കയറട്ടെ. എനിക്ക് സൂപ്പർ പവർ കിട്ടി. അങ്ങനെ വീട്ടിലെത്തി. ആ സൂരജിൻ്റെ കാര്യം ഒന്ന് കുളിച്ചങ്ങാണ്ട് കയറിയേക്കാം. ഡ്രസ്സ് പോയ വാർത്തേന്. ഓ അങ്ങനെ ഒരു കുളി കഴിഞ്ഞ്. ഓ ആ സൂരജ് തണ്ടീനെ ഒന്ന് വിളിക്കണം. നിങ്ങൾ വിളിക്കുന്ന കോൾ ഇപ്പോൾ എടുക്കുന്നതല്ല, ദയവായി കുറച്ച് ഓടി കഴിഞ്ഞിട്ട് വിളിക്കുക. അന്നേരം അവൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞങ്ങൾ ഷോ അവനെ കിട്ടണം, ഒരു ദിവസം കൈ കിട്ടണം. ഇനി അവൻ ആ ബസ് വിൽക്കാൻ പോയതാണോ? ഞാനെന്തായാലും അവന് കൂട്ടുകാരന്മാരൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ സൂരജിനെ കിട്ടിയാ? ഇല്ല, അവന്റെ ബസ്സും കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കൂടി ഇപ്പൊ പാഞ്ഞു കയറി പോയി. പിടിക്കാൻ പറ്റില്ല, അവൻ കത്തിക്കേറിയാ പോയാ. കഷ്ടം. നിങ്ങളെ വീട്ടിലെത്തിയാ? ഞങ്ങള് വീട്ടിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ ഇതേ ഒരു ഓട്ടോറിക്ഷ ഇപ്പൊ അവനെ ഫോളോ ചെയ്തോണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ അവനെ പിടിച്ചാല് 2 എണ്ണം പിടിച്ചേക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് വന്നേക്കാം. അവനെ പിടിച്ചിട്ടേക്ക് ഞങ്ങളിവിടെ. ഓ കാറൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം. കിട്ടിയാടാ അവനാ? കിട്ടിയാ? ബസ്സിൽ കൂടെ കിട്ടി. വാ പാട്ടി. എവിടെ എവിടെ എവിടെയാ? കള്ള സൂരജ്. ആടാ കള്ള സൂരജ്. എന്നാ പരിപാടിയാണ് നീ കാണിച്ച? അല്ല എടാ ഓടാ, എടാ പിടിയാ കള്ള സൂരജ്. നിന്നെ ഞാൻ പിടിക്കോളാ. എനിക്കിപ്പോ പവർ കിട്ടിയടാ സൂപ്പർമാൻ്റെ. ഒന്നും അറിയാത്തവല്ലോ നടക്കണം നീ. ഓടിക്കോ, എന്നെ ഞാൻ പിടിച്ചോളാം. എടാ എടാ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ? ഈ ബസ് നീ ഇതിൻ്റെ ഓണറിന് കൊണ്ടേ കൊടുത്തോണേ. കൊടുക്കുമല്ല? കൊടുത്തോളാം. പിന്നെ അവനെ കൈ കിട്ടുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയണം. വിളിച്ചു പറഞ്ഞോളാ. പറയണേ. അപ്പം നീ പോവുകയല്ലേ? ഞാൻ പോകെ. ഇനി എപ്പം കാണും? ഇനി അടുത്ത ടൂറിന് വേണം.
ഓക്കെ അപ്പം ശരി.